welcome to School to IIM. Target IPMAT JIPMAT 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വെർബൽ എബിലിറ്റി പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു ആൾ ആർ റെഡി. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 77 മുതൽ 82 വരെ ഉള്ളത് നമ്മൾ ബ്രാക്കറ്റഡ് ആയിട്ടുള്ള കുറച്ചൊരു പാർട്ടിൽ സെൻറ്റൻസിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഓപ്ഷൻസിൽ ഏതാണോ നിങ്ങൾക്ക് കറക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. First question എന്താണ്? The whole country is disappointed over the defeat of the cricket team. അപ്പോൾ ഈ ഓവർ എന്ന് പറഞ്ഞ പാർട്ട് മാറ്റിയിട്ട് ഡിസപ്പോയിൻറ്റഡ് അബൌട്ട് ദ ഡിഫീറ്റ്, ഡിസപ്പോയിൻറ്റഡ് ബൈ ദ ഡിഫീറ്റ് ആണോ അല്ലെങ്കിൽ നോ ഇതിൻ്റെ മതിയോ, നോ ഇംപ്രൂവ്മെൻ്റ് ആണോ? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇവിടെ ഓവർ മാറ്റിയിട്ട് നമുക്ക് ബൈ കൊടുക്കാം. സോ അത് കറക്റ്റാണ്. ഹോൾ കൺട്രി ഈസ് ഡിസപ്പോയിൻറ്റഡ് ബൈ ദ ഡിഫീറ്റ് ഓഫ് ദ ക്രിക്കറ്റ് ടീം എന്ന് വരുമ്പോൾ കറക്റ്റായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. After a long lunch break, business resurfaces as usual. Option A resumes, option B continues, option C delays, option D no improvement. എന്താണ് ലഞ്ച് ബ്രേക്ക് ശേഷം ബിസിനസ് അത് കണ്ടിന്യൂ അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നല്ല റീസർഫേസസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഭാഗമായിട്ട് നമുക്കൊരു കുറച്ചുകൂടി നല്ലൊരു വേർഡ് ഏതായിരിക്കും നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റുക? ഏതായിരിക്കും? ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഇതിന് ഒരു ആപ്റ്റാന്ന് പറയാൻ പറ്റുക ഓപ്ഷൻ എ ആയിട്ടുള്ള റെസ്യൂംസ് ആണ്. അത് തുടരുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്. ഹിസ് ബ്രദർ നെവർ ഹാസ് ആൻഡ് നെവർ വിൽ ബി ഡിപ്പെൻഡബിൾ. ഓപ്ഷൻ എ നെവർ ഹാഡ്, നെവർ ഹാസ് ബീൻ, വാസ് നെവർ ബീയിങ് അല്ലെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ്. നെവർ ഹാസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഹിസ് ബ്രദർ നെവർ ഹാസ് ബീൻ ആൻഡ് നെവർ വിൽ ബി ഡിപ്പെൻഡബിൾ. ഓപ്ഷൻ ബി. യു മസ്റ്റ് റിമെമ്പർ മീറ്റിംഗ് ദ മാനേജർ ടുമോറോ. ഇപ്പോൾ മീറ്റിംഗ് മാറ്റിയിട്ട് യു മസ്റ്റ് റിമെമ്പർ മീറ്റ് ദ മാനേജർ ടുമോറോ, റിമെമ്പർ ടു മീറ്റ് ദ മാനേജർ, റിമെമ്പർ ടു ഹാവ് മെറ്റ് അല്ലെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ എന്തായിരിക്കും? മീറ്റിംഗ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏതായിരിക്കും ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുക? യു മസ്റ്റ് റിമെമ്പർ, ഇത് നാളത്തെ കാര്യമാണല്ലോ പറയുന്നത്. യു മസ്റ്റ് റിമെമ്പർ ടു മീറ്റ് ദ മാനേജർ ടുമോറോ എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ ബി. They are migratory citizens from another country. Option A immigrant, migratory, emigrant, no improvement. They are migratory citizens. Migratoryക്ക് പകരം എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? They are immigrant citizens from another country. ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ഇമിഗ്രൻസ് എന്ന് പറയും അല്ലേ? സോ immigrant citizens. It is easy to see why cities grew on the river banks. Option A along the river banks, option B in the river banks, option C upon the river banks, option D no improvement. On the river banks ന് പകരം എന്തായിരിക്കും കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരാൻ ചാൻസ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഉള്ളത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നോ ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കാം. എന്താണ് ഇവിടെ? ഇറ്റ് ഈസ് ഈസി ടു സീ വൈ സിറ്റീസ് ഗ്രൂ അലോങ് ദ റിവർ ബാങ്ക്സ് ആണ്. ഓപ്ഷൻ എ. അടുത്തത് 83 to 85 വരെ ഷോർട്ട് പാസേജ് കൊടുത്തിട്ടുണ്ടാവും. അതിലൊരു സെൻറ്റൻസ് മിസ്സിംഗ് ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഏതാണ് ഇതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഓക്കെ. For Miss Merkel, walking the tightrope between her principles and maintaining a good relationship with an important ally is a challenge. Germany and the US have historically shared values, but the current US president has his own. At the G7 summit, 6 nations reaffirmed their commitment to the Paris Climate Pact. The US refrained. Mr. Trump's immigration order is the antithesis of Germany's immigration policy. Dash. In a nutshell, Mr. Trump's worldview is everything that Miss Merkel's is not. Option A, it's time Germany faced up to the new situation with realism and above all with self-confidence. Option B, he even declined to sign on to a G7 statement endorsing the Paris climate deal. C, during his first visit to Europe as US President, Mr. Trump slammed European nations for not spending enough on defense. Option D, he is pushing aggressively for an America first policy even as Germany remains in the forefront of keeping the European Union together. ഇവിടെ ഏതായിരിക്കും? ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ സെൻസ് വരുമ്പം ലാസ്റ്റത്തെ 2 സെൻസ് നോക്കുക. അവിടെ ഒരു കണക്ഷൻ വരുന്നുണ്ടോ നോക്കാം. G7 സമ്മിറ്റിന് പറയുന്നുണ്ട് മിസ്റ്റർ ട്രംപ്സ് ഇമിഗ്രേഷൻ ഓർഡർ ഇസ് ആൻറ്റിതെസിസ് ഓഫ് ജർമ്മനീസ് ഇമിഗ്രേഷൻ പോളിസി. ഇനി എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഹീസ് പുഷിങ് അഗ്രസീവ്ലി ഫോർ എൻ അമേരിക്ക ഫസ്റ്റ് പോളിസി. ഓക്കെ.
After the categorical verdict of the Delhi High Court that the capital is a union territory, it was quite clear that any decision made by Chief Minister Arvind Kejriwal without the Lieutenant Governor's approval will be rendered illegal. The appointments made in March 2015 suffered from multiple legal infirmities. Apart from the lack of LG's concurrence, it raised the question of whether it was an office of profit under the government, something legislators are barred from holding. The penalty stipulated in the constitution for a legislator holding an office of a profit is disqualification. Okay. Option A, the Election Commission has also reserved its verdict on question whether these 21 MLAs have incurred such a disqualification, and it is possible for the Aam Aadmi Party now to ask the matter to be closed, citing the court setting aside of the appointments. B, counsel for the Delhi government had to concede the point in court, leading to the appointment of 21 Delhi legislators as parliamentary secretaries being set aside. C, at the same time, it cannot be denied that the EC could still choose to decide whether these MLAs had indeed held an office of profit for nearly a year and a half. D, they had been rendered further vulnerable after the president withheld assent to a Delhi bill to protect them from incurring disqualification, once again because it was introduced without the LG's approval. ഇവിടെ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, കൗൺസിൽ ഫോർ ദ ഡൽഹി ഗവൺമെൻറ്. അപ്പോയിൻമെൻറ്റ്സിനൊക്കെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അപ്പോയിൻമെൻറ്റ്സ് മെയ്ഡ് ഇൻ മാർച്ച് 20. അപ്പോൾ നിങ്ങളൊരു കണക്ഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഓവറോൾ അത് ഒരുപാട് വട്ടം വായിക്കാം. എന്നിട്ട് ഓരോന്ന് ഇവിടെ ഏതൊക്കെ സ്യൂട്ടാവും നോക്കുക. എന്നിട്ട് ലാസ്റ്റ് സെൻറ്റൻസും ഇവിടെ വരുന്ന സെൻറ്റൻസും തമ്മിലൊരു കണക്ഷൻ നമ്മളിത് കൊടുക്കുമ്പോൾ കണക്ഷൻ വരണം. ഓക്കെ. India's tax to GDP ratio is far lower than the 21% average of its emerging market peers. Its public spending to GDP ratio is also the lowest among BRICS nations. About 85% of the economy is outside the tax net. Even among those who pay taxes, the number of individuals who earn more than rupees 1 crore a year or pay tax in the 30% tax bracket is unrealistically low. Option A, the country cannot scale up necessary infrastructure and social spending without widening its tax base. Option B, the government had promised to adopt non-intrusive methods and employ information technology to widen the tax base. As a target, rough or otherwise, it's an ambitious goal for a country where the direct tax base has grown at a snail's pace over 6 decades. D, it's not clear why there is such panic about the number, especially if it was a mere statement of intent. ഇവിടെ എന്താണ് വരേണ്ടത്? ഫസ്റ്റ്, ഇന്ത്യസ് ടാക്സ് ടു GDP റേഷ്യോ എന്താണ്? ഫാർ ലോവർ ദാൻ 21% മറ്റ് മാർക്കറ്റ് പിയേഴ്സ് വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇതിൽ കറക്റ്റായിട്ട് നെക്സ്റ്റ് വരേണ്ടത് the country cannot scale up necessary infrastructure and social spending without widening its tax base. അടുത്തത് there are two statements, രണ്ട് blanks ഉണ്ട്. അപ്പം you have to choose the option which provides correct set of words that fit both the blanks in both statements appropriately. Read all the documents carefully lest your money should dash if you invest in one of those dash schemes. The counterfeiters are busy devising ways to dash once their dash design effectively produces result. ഇവിടെ ഏതായിരിക്കും? ഓക്കെ, ഇവിടെ വരേണ്ടത് രണ്ടിടത്തും ഒരേപോലെ ഈ രണ്ട് വേർഡ്സും ഇവിടെ ഉള്ളതിൽ ഫിറ്റ് ചെയ്യണം, അതിനനുസരിച്ച് വേണം. ഓക്കെ, ഇവിടെ ഫിറ്റ് ചെയ്യാതാന്ന് വെച്ചാൽ ബി ആണ്, ഡിസപ്പിയർ ഫ്രോഡുലന്റ്. Read all the documents carefully lest your money should disappear if you invest in one of those fraudulent schemes. അടുത്തത്, the counterfeiters are busy devising ways to disappear once their fraudulent design effectively produces result. So B. അടുത്തത്, a hoax is a falsehood deliberately dashed to masquerade as the dash. The dash claims with regard to the nature of the building destroyed in Syria have no credibility, especially since they were made only to conceal the dash. ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ വരിക സി ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോക്സ് ഈസ് എ ഫോൾസ്ഹുഡ് ഡെലിബറേറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ടു മാസ്കുറേഡ് ആസ് ദ ട്രൂത്ത്. അപ്പോൾ എന്തോ ഒരു സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സത്യമാണെന്ന് കാണിക്കാൻ ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് വരുന്നതിനാണ് നമ്മൾ ഇതിനെ പറയാം ഹോക്സ് എന്ന് പറയാം. ദ ഫാബ്രിക്കേറ്റഡ് ക്ലെയിംസ് വിത്ത് റിഗാർഡ് ടു, ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ വ്യാജമായിട്ട് ഉണ്ടാക്കുന്നതിനാണ് പറയാം. Claims with regard to the nature of the building destroyed in Syria have no credibility, especially since they were made only to conceal the truth. So option C is the right answer. Fabricated truth നാലെണ്ണത്തിലും ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം, ഓരോന്നിലും നോക്കാം. അപ്പം നാലെണ്ണത്തിലും കറക്റ്റായിട്ട് വരുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമ്മൾ വെർബൽ എബിലിറ്റിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് ആവശ്യം. നല്ലപോലെയുള്ള ക്ലാസ്സസ്, അതായത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന് ക്ലാസ്സസ്, മെൻറ്റേഴ്സ്, കോൺസെപ്റ്റ് ക്ലാസ്, പ്രോബ്ലം സോൾവിങ് ക്ലാസ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കോച്ചിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കൂൾ ടു IIMൽ ജോയിൻ ചെയ്യാം. സ്കൂൾ ടു IIM ഇപ്പോൾ പറഞ്ഞ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.